لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين وسيد المرسلين قائد الغر المعجلين صاحب الشفاعة العظمى يوم الدين أرسله الله بشيرا ونذيرا ورحمة للعالمين فبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين أما بعد فأوصيكم إخواني وأخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ഭക്തിയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിന്റെ ദാസന്മാരുടെ ചില സ്വഭാവങ്ങൾ എണ്ണിപ്പറയുന്നു. അതിൽ 9 സ്വഭാവവിശേഷങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് നാം പറഞ്ഞു. 10ാമത്തെ സ്വഭാവമായി എടുത്തു പറയുന്നത് വല്ലദീന ലാ യശ്ഹദൂന സ്സൂർ, അവർ കള്ളസാക്ഷ്യം വഹിക്കാത്തവരാണ്. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അനാവശ്യങ്ങൾക്കരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അവർ വളരെ മാന്യമായി അതിൻ്റെ അടുത്തുകൂടി നടന്നു. 10ാമത്തെ കാര്യമാണിത്. ഇതൊരു മുഅ്മിനിന്റെ അനുയോജ്യമായ വിശേഷണമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിൽ ആദ്യം പറയുന്ന ഭാഗം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. കള്ളസാക്ഷ്യം പറയാതിരിക്കുക, കളവ് പറയാതിരിക്കുക, രണ്ടും ഒരുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറയുകയുണ്ടായി, അലാ ഉനബ്ബിഉക്കും ബി അക്ബരിൽ കബായിർ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കുറ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ചില കുറ്റങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. വീണ്ടും വീണ്ടും തിരുമേനി 3 പ്രാവശ്യം അത് ആവർത്തിച്ചു. വളരെ ഗുരുതരമായ ചില കുറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞു തരണം. തിരുമേനി പറഞ്ഞു, ഒന്നാമത്തത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹുവിന്റെ അധികാരത്തിൽ, അവന്റെ അവകാശത്തിൽ, അവന്റെ ഏകത്വത്തിൽ ഒക്കെ പങ്കു ചേർക്കുക. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ കുറ്റം.
ദുനിയാവിൽ ഏറ്റവും വലിയ കുറ്റം. പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നാം ഈ ക്ലാസുകളിൽ തന്നെ അത് വിവരിച്ചിട്ടുമുണ്ട്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത വളരെ ഗുരുതരമായ കുറ്റമാണ് ശിർക്ക് എന്നത്. അത് ഏത് രൂപത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ മാത്രമുള്ള വിശേഷണങ്ങൾ അത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. അല്ലാഹുവിനെ പോലെ കഴിവും ശക്തിയും ഒക്കെ മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കുന്നത് ശിർക്കാണ്. ഇതിന്റെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും ഗുരുതരമായ ശിർക്ക്. രണ്ടാമതായി തിരുമേനി പറയുന്നു വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്ന്. ഇതും സാമാന്യം വിശദമായി തന്നെ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് ഈ ലോകത്ത് അല്ലാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം പ്രതിബദ്ധതയുള്ളത്, കടപ്പാടുള്ളത് അവന്റെ മാതാപിതാക്കളോടാണ്. പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്നിടത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യരിൽ ആരോടെങ്കിലും ആർക്കെങ്കിലും ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് സ്വന്തം മാതാപിതാക്കളോടാണ്. ആ മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ശിർക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണെങ്കിൽ അതനുസരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. മറ്റെന്ത് കാര്യം പറഞ്ഞാലും അതനുസരിക്കണം. അത് ഇവനെത്ര ഇഷ്ടമില്ലാത്തതാണെങ്കിലും അവരത് സ്വീകരിക്കണമെന്നാണ്. ഇതൊക്കെ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് നല്ല ഇഷ്ടമുള്ള ഭാര്യയായി. പക്ഷെ പിതാവ് പറഞ്ഞു അവരെ ഒഴിവാക്കണം. അദ്ദേഹത്തിന് അതിൽ ഇഷ്ടമായില്ല. എന്നാലും പിതാവ് പറഞ്ഞതല്ലേ, വല്ല വജുവുമുണ്ടോ അത് ധിക്കരിക്കാൻ എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം നബി തിരുമേനിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു. തിരുമേനി പറഞ്ഞത് പിതാവ് പറയുന്നത് പോലെ കേൾക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകന്റെ കാര്യത്തിൽ പറഞ്ഞത് മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു സംഭവമാണ്. അപ്പൊ വളരെ വ്യക്തമാണ് ഈ വിഷയം. മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ മാതാപിതാക്കളിൽ പ്രത്യേകിച്ചും കൂടുതൽ ബാധ്യതയുണ്ട് ഉമ്മയോട്. ഉമ്മയെ ഒരു നിലക്കും വെറുപ്പിക്കാൻ പറ്റുകയില്ല, വെറുപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ഇത് വളരെ വിശദമായി തന്നെ നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഗുരുതരമായ കുറ്റമാണ് ഉമ്മയെയോ വാപ്പയെയോ വെറുപ്പിക്കുക, അവരെ ധിക്കരിക്കുക എന്ന് പറയുന്നു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ്, തിരുമേനി ഇങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് തിരുമേനി നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അലാ വഖൗല സൂർ വശഹാദത്ത സൂർ. അത് ഒരു വട്ടമല്ല, വീണ്ടും 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 തിരുമേനി ആവർത്തിച്ചു കൊണ്ടിരുന്നു. അലാ വശഹാദത്ത സൂർ വഖൗല സൂർ. മൂന്നാമത്തെ കാര്യം കള്ളസാക്ഷ്യം പറയുക, കള്ളവാക്ക് പറയുക, കള്ളമായത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന്. കളവ് പറയുക, കളവിന് സാക്ഷ്യം വഹിക്കുക, അല്ലെങ്കിൽ കള്ളമായ രൂപത്തിൽ സാക്ഷ്യം വഹിക്കുക, ഇതൊക്കെ ഒന്ന് തന്നെ. ഇതാണ് മൂന്നാമത്തെ ഗുരുതരമായ കുറ്റം, കബായിറിൽപ്പെട്ടതാണ് എന്നാണ് തിരുമേനി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അഖൂല അസ്സൂർ. അല്ലാഹുവേ, കള്ളസാക്ഷ്യമോ അല്ലെങ്കിൽ കള്ളത്തരമായിട്ടോ വല്ലതും പറയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണത്. അങ്ങനെയുള്ള ഒരു ദുര്യോഗം എനിക്ക് വന്നു ചേരാതിരിക്കാൻ, എന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു,
ഉദിലത്ത് ഷഹാദത്തു സൂരി ബിൽ ഇശ്റാക്കി ബില്ലാഹ്. അതിവിടെ തന്നെയാണ്. ഷഹാദത്തുൽ സൂർ, കള്ളസാക്ഷ്യം പറയുക എന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനോട് സമമാക്കിയിരിക്കുന്നു അള്ളാഹു. രണ്ടും ഒരുപോലെയുള്ള കുറ്റമാണ്. ദുനിയാവിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റമാണ് ശിർക്ക് എന്ന്. ആ ശിർക്ക് പോലെയാണ് ഒരുത്തൻ കള്ളസാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം? നമുക്കൊക്കെ അറിയാം. കള്ളസാക്ഷ്യം വഹിക്കുമ്പോൾ മറ്റൊരുത്തന്റെ അവകാശമാണ്, അല്ലെങ്കിൽ മറ്റു ചിലരുടെ അവകാശമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ ആവുകയാണല്ലോ ചെയ്യുന്നത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ അവകാശം അള്ളാഹുവിന് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അള്ളാഹുവിന്റെ അവകാശങ്ങളിൽ കുറവ് വരുത്തുന്നു എന്നതാണ് ശിർക്ക്. അതുകൊണ്ടാണ് അത് ഗുരുതരമായ കുറ്റമായത്. അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവന് മാത്രമേ കൊടുക്കാവൂ, മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ മനുഷ്യർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളാണ് ഇവിടെ അവൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. കള്ളസാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ കളവിന് സാക്ഷ്യം വഹിക്കുക, മറ്റൊരാൾ പറഞ്ഞു വരുന്ന കളവിന് സാക്ഷ്യം വഹിക്കുക. അതുപോലെ തന്നെയാണ്. ഇതൊക്കെ നാം വളരെ ഗുരുതരമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള ഈ കോടതികളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഇവിടങ്ങളിലൊക്കെ സാധാരണ നടക്കുന്നത്? ഹക്കായ വല്ല കാര്യങ്ങളും അവകാശങ്ങളും അത് ഹക്കായ രൂപത്തിൽ നേടിയെടുക്കുവാനുള്ള ശ്രമമാണോ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കോടതികളിൽ നടക്കുന്നത്? കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ തന്നെ ഇല്ലാത്ത കുറെ ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് പിന്നെ സാക്ഷ്യം വഹിക്കുന്നത്, സാക്ഷ്യം പറയുന്നതൊക്കെ ഇല്ലാത്ത കള്ളത്തരങ്ങൾക്ക് വേണ്ടി. കുറെ കള്ളത്തരം പറഞ്ഞാൽ ഒരു പക്ഷേ അവന്റെ അവകാശം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് വക്കീലന്മാർ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെ തന്നെ. നീതിന്യായ വ്യവസ്ഥ എന്നാണ് നാം അതിന് പേര് പറയാറുള്ളത്. കള്ള വ്യവസ്ഥയാണ്. കളവുകൾ മാത്രം പറയുകയും പഠിപ്പിക്കുകയും ആ കള്ളമായി അവകാശങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഈ വ്യവസ്ഥയെ കുറ്റം പറയുകയല്ല, നമ്മുടെ നാട് ഇന്ന് എത്തിച്ചേർന്ന അവസ്ഥ പറയുകയാണ്. എന്തിനാണ് നമ്മുടെ ഗവൺമെന്റ് ഈ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്? ആളുകളെ കളവ് പറയാൻ പഠിപ്പിക്കുന്നതിനും ആളുകൾക്ക് കള്ളമായി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമല്ല. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യായമായ ഹക്കായ കാര്യങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കണം, അതിൽ മറ്റുള്ളവർ കടന്നു കയറാൻ പാടില്ല, അവകാശങ്ങൾ തട്ടിയെടുക്കാൻ പാടില്ല എന്നതിന് വേണ്ടിയാണ്. പക്ഷെ ഇന്നത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയാണ്, ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കും. ഇതിൽ നമുക്കൊക്കെ ഉണ്ട് പങ്ക്. നാമൊക്കെ അതിന്റെ ആളുകളാണ്. പല സംഭവങ്ങളും ആദ്യത്തിലുമൊക്കെ ഈ കോടതി കയറേണ്ടി വന്നാൽ നമുക്കറിയാം. അത് വക്കീലുമാർ ആ രൂപത്തിലാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് നാം പറയുന്നത്. ശരിക്കും അങ്ങനെയാണ്. ഹക്ക് മാത്രം പറയുകയും അത് മാത്രം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ കോടതികളിൽ ഒരു വക്കീലിന് പ്രവർത്തിക്കാൻ കഴിയും. പ്രവർത്തിച്ചാൽ അയാൾക്ക് വീട്ടിലിരിക്കേണ്ടി വരും, ജോലിയൊന്നും ഉണ്ടാവുകയില്ല അവിടെ. അതുകൊണ്ട് അയാൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് സംഭവം. അതുകൊണ്ട് പക്ഷേ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനെ കുറിച്ച് പറയുന്നത് അവൻ കളവിന് സാക്ഷ്യം വഹിക്കാൻ പാടില്ല. കളവാണെന്ന് വ്യക്തമായിട്ടും അവൻ അറിയാവുന്ന ഒരു കാര്യത്തിന് അവൻ സാക്ഷി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ കള്ളമായി സാക്ഷ്യം പറയാനും പാടില്ല. കളവിന് സാക്ഷി നിൽക്കുന്നതും കള്ളമായി സാക്ഷ്യം നിൽക്കുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ രണ്ടും പാടില്ല. യഥാർത്ഥത്തിൽ അവൻ ചെയ്യേണ്ടതും പറയേണ്ടതുമല്ലാത്ത കാര്യങ്ങൾ പോയി പറയുക, അത് കള്ളമായ സാക്ഷ്യം പറയലാണ്. പറയുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അത് കള്ളമാണ്. അതിനുവേണ്ടി സാക്ഷ്യം നിൽക്കുന്നതും കള്ളമാണ്. രണ്ടും പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയോ ഒരുത്തൻ കള്ളം പറയുകയാണ്. അവൻ വിചാരിക്കുന്നത് എന്താണ്? എന്താണെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ഒരു ജനതയുടെ വിദ്വേഷം
ജനതക്ക് നിങ്ങളോടുള്ള വിദ്വേഷമാകട്ടെ, നിങ്ങൾക്ക് ജനതയോടുള്ള വിദ്വേഷമാകട്ടെ, രണ്ടാണെങ്കിലും അത് കളവ് പറയുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അനീതിയായ, അക്രമമായ, തെറ്റായ കാര്യങ്ങൾ പറയുവാനോ സ്ഥാപിക്കുവാനോ മെനക്കെടാൻ പാടില്ല. എന്താണെങ്കിലും നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കാൻ പാടുള്ളൂ. സത്യത്തിന്, നീതിക്ക്, ധർമ്മത്തിന്, അതിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം മുഅ്മിനീങ്ങൾ എന്ന്. മുഅ്മിനീങ്ങളുടെ വിശേഷം തന്നെ അതാണ്. ഷഹാദത്തുൽ ഹഖ്, സത്യത്തിന്റെ സാക്ഷികൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ വിശേഷണവും അതാണ്. അവർ സത്യത്തിന്റെ സാക്ഷികളാകണം. നമുക്ക് ചിലപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇത്രയേറെ പരിശുദ്ധ ഖുർആൻ ഒരു ജനതയെ സംസ്കാരമുള്ള, ഉത്തമമായ ഒരു സംസ്കാരത്തിന്റെ വാഹകരാക്കി വളർത്തുവാൻ ശ്രമിച്ചിട്ടും ദുനിയാവിൽ നാം കാണുന്നത് എന്താണ്? അങ്ങനെയുള്ള അധ്യാപനങ്ങളൊന്നും ലഭിക്കാത്ത, സാധാരണ പോലെ ജനിച്ചു വളർന്നു വരുന്ന മറ്റുള്ള സമൂഹത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ കുറ്റവാളികളും ഗുരുതരമായി തെറ്റുകൾ സംഭവിക്കുന്നതും ഈ സമുദായത്തിൽപ്പെട്ടവർ. നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾ പത്രമെടുത്തു നോക്കും, എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എല്ലാ ഗുരുതരമായ, മ്ലേച്ഛമായ, മനുഷ്യന്റെ പ്രകൃതിക്ക് പോലും യോജിക്കാത്ത രൂപത്തിലുള്ള ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അതിൽ മുൻപന്തിയിലാണ് മുസ്ലിം. എന്തുകൊണ്ടാണ് ഇതൊക്കെ? ഞാൻ ചിലപ്പോഴൊക്കെ അത് ചിന്തിക്കാറുണ്ട്. നമ്മുടെ സമൂഹം വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മദ്രസകളിലേക്ക് അയക്കുന്ന കുട്ടികളെ, അവിടെ വെച്ച് ഖുർആനും സുന്നത്തുമൊക്കെ അവരെ പഠിപ്പിക്കുന്നു. പിന്നെയാണ് സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ പറഞ്ഞയക്കുന്നത്. ഈ രൂപത്തിലുള്ള ഒരു ശിക്ഷണം, അധ്യാപനം മറ്റ് സമുദായക്കാരും തങ്ങളുടെ മക്കൾക്ക് നൽകുന്നില്ല. എന്നിട്ടും ആപേക്ഷികമായി കുറ്റകൃത്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ മുൻപെത്തി. എന്താണ് അതിന്റെ കാരണം? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷേ മറ്റു കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്തും അതിന്റെ ശരിയായ രൂപത്തിൽ നാം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മദ്രസകളിലുമൊന്നും പഠിപ്പിക്കുന്നില്ല എന്നത്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ അവിടുന്ന് കുറച്ച് അമലിയാത്തും ദീനിയാത്തും ഒക്കെ പാഠങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നു. അത് ജീവിതവുമായിട്ട് ചെറിയ രൂപത്തിൽ ബന്ധമുണ്ട്. ആ രൂപത്തിലല്ലാതെ ഒരു സ്വഭാവ സംസ്കരണം എന്ന രൂപത്തിൽ കുട്ടികളെ ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ വാഹകരാക്കി വളർത്തുവാൻ മാത്രം അത് ശക്തമല്ല. ഖുർആൻ ശക്തമല്ലാത്തത് കൊണ്ടല്ല, സുന്നത്ത് ശക്തമല്ലാത്തത് കൊണ്ടല്ല, അതിന്റെ അധ്യാപന രീതികൾ ശക്തമല്ലാത്തത് കൊണ്ട് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണ്, സമയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ഒരു പുനഃചിന്ത നാം നടത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമാണെങ്കിൽ അതിന്റെ ഈ അധ്യാപനങ്ങളൊക്കെ നാം കാണുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ഉത്തമമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ആവശ്യമായ അധ്യാപനങ്ങളാണ് ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. കളവ് പറയാൻ പാടില്ല, ഇതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഖുർആൻ അത് വളരെ ശക്തമായിട്ടാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ ശക്തമായിട്ടാണ് സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത്. കളവ് പറയാൻ പാടില്ല, കളവിന് സാക്ഷ്യം വഹിക്കാൻ പാടില്ല. ഖുലിൽ ഹഖ്ഖ വലൗ മുർറ, കയ്പുള്ളതാണെങ്കിലും നീ സത്യമേ പറയാം. ഇങ്ങനെ പഠിപ്പിച്ച ആ രൂപത്തിൽ അത് പഠിച്ചു വന്നവരിൽ നാം അതിന്റെ പ്രതിഫലനങ്ങൾ കാണുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഒരു വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കുട്ടിയായിരിക്കും. ഉമ്മ ആവശ്യമായ കുറച്ച് പണമൊക്കെ കീശയിൽ ഉൾഭാഗത്ത് വെച്ച് തുന്നി കൊടുത്തിരിക്കും. പുറത്തുനിന്ന് നോക്കിയാൽ ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. വഴി വെച്ച് ചില കവർച്ചക്കാർ പിടികൂടി. ബാലനാണ്. എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഇങ്ങോട്ട് എടുക്ക്. എന്റെ കയ്യിൽ ഇത്ര സംഖ്യ ഉണ്ട്. എവിടെ? എടുക്ക്. എടുത്ത് കയ്യിൽ കൊടുത്തു. ഒരു കളവും പറയാതെ ഈ കുട്ടി ചോദിച്ചപ്പോൾ തന്നെ ഉള്ള സത്യമൊക്കെ നേരെ പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ കാരണമെന്ന് ആ കൊള്ള സംഘത്തിന്റെ തലവൻ ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ മനംമാറ്റത്തിന് തന്നെ അത് കാരണമായി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിക്കുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ മക്കൾ
മക്കളിൽ, കുട്ടികളിൽ വലിയൊരു വിഭാഗം ആളുകൾ പിതാവിനെയും മാതാവിനെയും അനുസരിക്കാത്തവരും അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവർത്തിക്കാത്തവരുമൊക്കെയാണ്. വലിയൊരു വിഭാഗം നമുക്കിത് കാണാൻ കഴിയും. അവർ വാപ്പ പറഞ്ഞാലും കേൾക്കൂല, ഉമ്മ പറഞ്ഞാലും കേൾക്കൂല, അവരവരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ സമൂഹം, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ജീവിക്കേണ്ടത് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ ഈ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെയാണ് മാതാവിനോടും പിതാവിനോടും ഒക്കെ പെരുമാറേണ്ടത് എന്ന് ഖുർആനും സുന്നത്തും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ രൂപത്തിൽ അവരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർ ആ രൂപത്തിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വൈദാ ഖുൽതും ഫഅ്ദിലു വലൗ കാന ദാ ഖുർബ. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ നീതിപൂർവമായിട്ടേ വർത്തമാനം പറയാൻ പാടുള്ളൂ, അന്യായമായി പറയാൻ പാടില്ല. അന്യായമായി അസത്യമായി ഒരു വാക്കും പറയാൻ പാടില്ല. അത് തങ്ങൾക്കെതിരാണെങ്കിലും തങ്ങളുടെ കുടുംബക്കാർക്കെതിരാണെങ്കിലും മാതാപിതാക്കൾക്കെതിരാണെങ്കിലും പറയാൻ പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ സംഗതികളാണ്. ലോകത്ത് ഇങ്ങനെ ഒരാളും പഠിപ്പിക്കുന്നില്ല. ഒരാളും ഈ ഒരു ആദർശം വെച്ചു പുലർത്തുന്നുമില്ല. വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ, ലോകത്തിന്റെ പോലീസുകാരായി ചമഞ്ഞു നടക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ പറയാറുള്ളത് എന്താണ്? ഞങ്ങളുടെ താല്പര്യത്തിനെതിരാണെങ്കിൽ, ഞങ്ങളുടെ കൂട്ടുകാരുടെ താല്പര്യത്തിനെതിരാണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നടപടിയെടുക്കും എന്ന് പരസ്യമായി തന്നെ പറയാറുണ്ട്. അപ്പൊ അവരുടെ നീതി എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യം, സ്വന്തം താല്പര്യത്തിൽ അധിഷ്ഠിതമായ നീതി മാത്രമേ ലോകത്തുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നീതി ശുദ്ധമായ നീതിയാണ്, തനതായ നീതിയാണ്, തനതായ സത്യമാണ്. ആ സത്യത്തിന്റെ വാഹകരാകണം നിങ്ങൾ എന്നാണ്. മുസ്ലിങ്ങൾ സത്യത്തിന്റെ വാഹകരാകണം എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ ചിലപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്നത് കള്ളമായ രൂപത്തിൽ താൻ കാണാത്തൊരു കാര്യം കണ്ടു എന്ന് പറയുക, തനിക്കൊരു വിവരവുമില്ലാത്തൊരു കാര്യത്തിൽ പോയിട്ട് സാക്ഷ്യം പറയുക, ഇതൊക്കെ കള്ള സത്യമാണ്. നമ്മുടെ കോടതികളിലൊക്കെ സാധാരണ നടക്കുന്ന. ചിലത് ഇതിനൊന്നും സന്നദ്ധരാവുകയില്ല. എനിക്ക് നല്ലൊരു അനുഭവം കഴിഞ്ഞ ആദ്യത്തെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രബോധനം ഓഫീസിലുള്ള ഞങ്ങളൊക്കെ ജോലി ചെയ്തിരുന്നപ്പോൾ കുറെ ആളുകളെ പോലീസുകാർ കൊണ്ടുപോയി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പോലീസ് വാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ അകത്ത് നിർത്തിയിട്ട് വളരെ സൗഹാർദ്ദപരമായി സംസാരിച്ചിട്ട് ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകളെ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് സന്നദ്ധരായിട്ട് പോയി. പിന്നെ കേസ് ഉണ്ടാക്കുകയാണ്, ഉള്ളതല്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആളുകൾ കൂടിയിരുന്ന് യോഗം ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് കേസുണ്ടാക്കിയത്. ഇതിനാരാ സാക്ഷി? ഓഫീസിന്റെ നേരെ മുമ്പിലുള്ള രാമൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ, ചായ കച്ചവടക്കാരൻ. കോടതിയിൽ വന്നു. രാമനോട് ജഡ്ജി ചോദിച്ചു, നീ കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നു? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിന്റെ പേരെന്താ? അവിടെ പോലീസുകാർ പറഞ്ഞു നീ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. ഞാൻ അവരൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. എനിക്കൊരു അത്ഭുതമായി. പോലീസുകാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ തന്നെ ഒന്ന് പറയാനാണ് സാധാരണ പതിവ്. പക്ഷെ ഇവനെ സംബന്ധിച്ച് പറഞ്ഞത് അവനൊരു പക്ഷെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നൊക്കെ പലരും അവൻ ഉപദേശിച്ചിരിക്കുന്നു. അവിടുത്തെ നാട്ടുകാരിൽപ്പെട്ട പല ആളുകളും ഉപദേശിച്ചിരിക്കുന്നു. പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ, നാടന്മാരാണ്. അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ഒന്നും പഠിച്ചിട്ടില്ല, അറിയാത്തവരാണ്. പക്ഷെ അവർക്ക് ചില മൂല്യങ്ങളിൽ വിശ്വാസമുണ്ട്. അതുപോലുമില്ല പല മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഇങ്ങനെ കള്ളസാക്ഷ്യമൊക്കെ പറയാൻ തോന്നുന്നത് എന്താണ്? ഒന്നുകിൽ അവന്റെ റിസ്ക്, അതിപ്പോ നാട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രമാണിയാണ്, അദ്ദേഹം പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ എനിക്ക് എന്റെ റിസ്കിന് വല്ല മുറക്കുമുണ്ടാകും. അല്ലെങ്കിൽ അയാൾ വല്ല ആളുകളെയും ഒക്കെ അയച്ചിട്ട് എന്നെ കൊന്നുകളഞ്ഞാലോ? ഒന്നുകിൽ തന്റെ റൂഹിന്, ജീവന് പേടിയുണ്ട്, അല്ലെങ്കിൽ റിസ്കിന് പേടിയുണ്ട്. ഇതാണല്ലോ ആകെ കൂടി കള്ളസാക്ഷ്യം വഹിക്കാൻ ഒരുത്തൻ പ്രേരിപ്പിക്കുന്നത്. മറ്റൊരു പ്രേരണയുമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരുത്തൻ ചിന്തിക്കേണ്ടതാണ്, ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്?
എന്റെ റിസ്ക് ആരുടെ കയ്യിലാണ്? ഇവരുടെ ആരുടെയെങ്കിലും കയ്യിലാണ്? ഒരാൾക്കും എനിക്ക് റിസ്ക് തരാൻ കഴിയുകയില്ല അള്ളാഹു തരണ്ട എന്ന് വെച്ചാൽ. ഇതല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ സാധാരണ നമസ്കാരത്തിന് ശേഷം പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. പടച്ച തമ്പുരാനെ, നീ തരാമെന്ന് വെച്ചാൽ അത് തടയാൻ ഒരാൾക്കും കഴിവില്ല, നീ തടഞ്ഞാൽ അത് തരാനും ആർക്കും കഴിവില്ല. ഇതല്ലേ നമ്മുടെ വിശ്വാസം. പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയിൽ വരുന്നില്ല. ഇനി ജീവന്റെ കാര്യത്തിലാകട്ടെ, അവിടെ എന്താണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്? അവിടെയും അങ്ങനെ തന്നെയാണ്. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. യുദ്ധത്തിൽ ബദറിലും മറ്റുമൊക്കെ മുഅ്മിനീങ്ങളായ ആളുകൾ അസാധാരണമായ വിജയമാണ് വരിച്ചത്. സാധാരണ ഒരാൾക്കും ഒരു മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലാണ് ഈ വിജയങ്ങൾ വരുന്നത്. എന്തായിരുന്നു അതിന്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ മനുഷ്യരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. കാരണം അവർ അവരുടെ ജീവനെ ഭയക്കുന്നില്ല. എന്താണ് അവർ വിശ്വസിക്കുന്നത്? ഖുർആൻ തന്നെ പറഞ്ഞത് അതാണ്. അള്ളാഹു എന്താണോ ഞങ്ങൾക്ക് നിശ്ചയിച്ചത് അതല്ലാതെ ഒന്നും വരാൻ പോകുന്നില്ല, ഇവർക്കൊന്നും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന ഈ ദൃഢവിശ്വാസം അവരിൽ എന്തെന്നില്ലാത്ത ശക്തി ഉണ്ടാക്കി. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സത്യം പ്രവർത്തിച്ചാൽ, സത്യം പറഞ്ഞാൽ, സത്യത്തിന്റെ ഭാഗത്ത് നിന്നാൽ ഇവരെന്നെ കൊല്ലുമായിരിക്കും. പക്ഷെ ഇവർക്ക് കൊല്ലാൻ അധികാരമുണ്ടോ? ഇവർക്ക് കൊല്ലാൻ കഴിയുമോ? അള്ളാഹ് കൊല്ലണമെന്ന് വെച്ചാൽ കൊല്ലാം, അല്ലാതെ ഇവർക്ക് കൊല്ലാൻ കഴിയും. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഇമാം മൗദൂദി അദ്ദേഹം ഖാദിയാനികൾക്കെതിരിൽ ഒരു റിസാല എഴുതി, ഒരു ലഘുലേഖ എഴുതി. ഖാദിയാനിസം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാനത്തെ പ്രവാചകനാണ്. ഇനി ഈ സമൂഹത്തിൽ ഒരു പ്രവാചകൻ വരാനില്ല, ഈ കണ്ണിയിലൊരു പ്രവാചകൻ ഇനി വരാനില്ല. ഇത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റിസാല എഴുതി. അന്ന് അവിടെ അധികാരത്തിലുള്ള കുറെ ആളുകൾ ഈ ഖാദിയാനി വിഭാഗവുമായിട്ട് ബന്ധമുള്ളവരാണ്. പട്ടാളമാണ് അധികാരത്തിൽ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചു. ഈ കേസിൽ പല ആളുകളും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മൗലാന, ഒരപേക്ഷ നിങ്ങൾ എഴുതി പ്രസിഡന്റിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടുള്ള മാപ്പ് അപേക്ഷ എഴുതി നിങ്ങൾ പ്രസിഡന്റിന് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് പ്രസിഡന്റ് പരിഗണിച്ച് നിങ്ങളെ വിട്ടേക്കും. ഇമാം മൗദൂദി പറഞ്ഞ മറുപടി, ഞാൻ അക്രമിയായ ഒരു ഭരണാധികാരിക്ക് ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ മാപ്പ് പറയുകയും അത് ഞാൻ ചെയ്യുകയില്ല. പിന്നെ എന്നെ കൊന്നുകളയും എന്നതല്ലേ. അള്ളാഹു എന്നെ കൊല്ലരുത് എന്നാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരാളും എത്ര ആൾ കൂടിയാലും അവർക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. മറിച്ചാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ എന്നെ രക്ഷിക്കാനും ആർക്കും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഏർപ്പാടൊന്നും എന്നോട് പറയരുത്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതൊക്കെ ഒരു ദീൻ, ഈമാൻ, ശരിയായ ദീൻ മനസ്സിൽ കയറുമ്പോൾ, വിശ്വാസം മനസ്സിൽ കയറുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ഒരു മനുഷ്യനെ ഭരിക്കേണ്ടത്. അപ്പൊ അവൻ കള്ളസാക്ഷ്യം പറയാൻ പോവുകയില്ല. കള്ളസാക്ഷ്യം പറയുക എന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് പറയുന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന മാർഗമാണ്. ആ മാർഗം സ്വീകരിക്കാൻ പാടില്ല. തെറ്റായ രൂപത്തിൽ മറ്റാരുടെയും അവകാശങ്ങൾ ഹരിക്കാൻ പാടില്ല. സത്യത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കണം മുഅ്മിനീങ്ങൾ, മുസ്ലിംകൾ. എല്ലാ കാര്യത്തിലും അവർക്ക് സത്യമായിരിക്കും. അത് ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്, ഒരു നല്ല കാര്യം നടപ്പാക്കാൻ വേണ്ടി വേണമെങ്കിൽ ചെറിയൊരു കളവൊക്കെ പറയാം. പക്ഷെ അതുപോലും
ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അങ്ങനെ ചെയ്തിട്ടില്ല. സത്യമാണ്, ഹക്കാണ് തിരുമേനി പറഞ്ഞതും ചെയ്തതുമൊക്കെ. സത്യത്തിന്റെ വാഹകരാകണമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ മാർഗദർശി ആകേണ്ടത്, അതാണ് നമ്മുടെ വഴികാട്ടിയാകേണ്ടത്. സത്യം, നീതി, ധർമ്മം, അതിൻ്റെ ഒക്കെ വാഹകരാകുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളിൽ നിന്ന് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നാം പൊറുക്കലിന് തേടുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യും. എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുന്നവനാണ് അവൻ. വീണ്ടും അതിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കാതെ സത്യത്തിന്റെ, ഹക്കിന്റെ, നീതിയുടെ മാർഗത്തിലൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.